This video is made only for entertainment purpose. No kids were mentally or physically harmed in the making of this video. Hello guys, welcome to another brand new episode of Mallu Bees. ഇന്ന് ഞാൻ ചെയ്യുന്ന ഒരു വെറൈറ്റി വീഡിയോ ആണ്. ഒരു ട്രാൻസിഷൻ വീഡിയോ അല്ല, ട്രാൻസ്ഫോർമേഷൻ വീഡിയോ. അതിനുള്ള ഡിഫറൻസ് എന്താ? ആ ഡിഫറൻസ് എന്തായാലും ഒരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ആണ്. പക്ഷെ ഇന്നത്തെ വീഡിയോയിൽ സ്റ്റാർ ഞാനോ അക്കോ അമ്മയോ ആരും അല്ല. പക്ഷേ അങ്ങോട്ട് നോക്കൂ, മിസ്റ്റർ ഈപ്പച്ചൻ. ഒരു ഹായ് പറഞ്ഞേ. ഇന്നത്തെ വീഡിയോയിൽ ഈപ്പച്ചനാണ് സ്റ്റാർ. അവന്റെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ആണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെ മോണിറ്ററിൽ നിന്ന് വടിവളി നിൽക്കൊന്നും വേണ്ട, വീഡിയോ ഒക്കെ ചെയ്ത് വരണല്ലേ ഉള്ളൂ. അത് കാരണം ആശൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കൈയൊക്കെ കെട്ടി ഒരുമാതിരി പ്രേരണ നിൽക്കണ പോലെയൊക്കെ ആശൻ നിൽക്കണു. അപ്പം ഞാൻ ആക്ച്വലി ഈ വീഡിയോ ഇന്ന് അവനോട് ചെയ്യിപ്പിക്കാൻ വേണ്ടി 2 കിൻഡർ ജോയ് ആണ് അവൻ ഓഫർ ചെയ്തേക്കണത്. 2 കിൻഡർ ജോയ് തരാമെന്നുണ്ടെങ്കിൽ 2 കിൻഡർ ജോയ് അവൻ ഓഫർ ചെയ്തേക്കണത്. അപ്പോൾ എടുക്കാം. അപ്പോൾ അധികം ദീർഘിപ്പിക്കുന്നില്ല, നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമ്മൾ നേരെ നമ്മുടെ വീഡിയോയിലേക്ക്, ട്രാൻസിഷൻ വീഡിയോയിലേക്ക് നാം പോകുന്നതായിരിക്കും. ഇങ്ങോട്ട് തിരിഞ്ഞേ. ഇതാണ് ഞാൻ പറഞ്ഞ ട്രാൻസിഷൻ അല്ല, ട്രാൻസ്ഫോർമേഷൻ. അതായത് നമ്മൾ ഈപ്പച്ചനെ ഈപ്പച്ചിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നതാണ് വീഡിയോ. നോക്കൂ, മനസ്സിലായി കാണുമല്ലോ. ഈ ഡ്രസ്സുകളൊക്കെ കണ്ടപ്പോഴേക്കും നിങ്ങൾക്ക് ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ഈ ബോയ്സിൻ്റെ പ്രശ്നം, ഞാൻ എവിടെ ഇവർക്ക് ഡ്രസ്സ് എടുക്കാൻ പോയാലും പ്രശ്നം വെച്ചാൽ ഈ ആണുങ്ങൾക്ക് എന്താ, ഒരു ഷർട്ട്, ഒരു പാൻറ്റ്, അല്ലെങ്കിൽ ഒരു നിക്കർ, ബനിയൻ, ഇതിൽ അവരുടെ എല്ലാം തീർന്നു. ഇപ്പോൾ ഈപ്പച്ചൻ്റെ വാർഡ്രോബ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, 2 ട്രൗസറും ഒരു 3-4 ബനിയനും, അതുപോലെ 2 പാൻറ്റും 2-3 ഷർട്ടും. ഇതാണ് അവൻ്റെ വാർഡ്രോബ്. അതോടെ തീർന്നു. ഇനി മാത്തച്ഛന് വരുമ്പോൾ എന്താ, ഇവൻ്റെ തന്നെ എല്ലാം പഴയതായതും ചെറുതായതും മാത്തച്ഛനിലേക്ക് നേരെ ട്രാൻസ്ഫർ ആവും. അല്ലാണ്ട് ആണുങ്ങൾക്ക് എന്താ എത്ര വെറൈറ്റി അല്ല, എന്താ എത്ര ഡിഫറൻസ്. അതായത് പെമ്പിള്ളേർക്കാണെങ്കിലോ നോക്ക്, ഫ്രോക്ക്, സ്കേർട്ടും ടോപ്പും, നാട്ടിലാണെങ്കിൽ കുഞ്ഞു ലെഹങ്ക, ക്യൂട്ട് ലാച്ച, അതുപോലെ എന്തെങ്കിലും ക്യൂട്ട് ആയിട്ടുള്ള ഡ്രസ്സുകളുണ്ട്. അത് പോരാണ്ട് ആക്സസറീസ് ആണെങ്കിലോ, ആണുങ്ങൾക്ക് എന്താ ആക്സസറീസ് ഉള്ളത്, വാച്ചോ, അതാണെങ്കിൽ മേടിച്ച് കൊടുത്ത് കഴിഞ്ഞു. പെമ്പിള്ളേർക്കാണെങ്കിലോ സ്ലൈഡ്, റിബൺ, എന്താ ക്യൂട്ട് ആയിട്ടുള്ള മാല, വള, കമ്മല്, ക്യൂട്ട് ഷൂസ്, സോക്സ്, അങ്ങനെ വന്ന് അയ്യോ കടകളിൽ വന്നു കഴിഞ്ഞാൽ ആക്ച്വലി ഞാൻ ആൺപിള്ളേരുടെ സെക്ഷൻ നോക്കണേക്കാട്ടും കൂടുതൽ ഞാൻ നോക്കണ പെൺപിള്ളേരുടെ സെക്ഷൻ സാർ. കാരണം നമ്മൾ പെട്ടെന്ന് അതിലേക്ക് അട്രാക്റ്റ് ആയി പോകും. അപ്പം ഞാൻ ഓർത്തതാ ഈ പ്രാവശ്യം ഈപ്പച്ചന് ഫിറ്റായിട്ടുള്ള എന്തെങ്കിലും ഡ്രസ്സുകൾ ഉണ്ടോ എന്നൊന്ന് നോക്കാം എന്നോർത്താണ് ഇന്ന് ഇറങ്ങിയേക്കുന്നത്. അതാ. അപ്പോൾ അത് ഈപ്പച്ചന് അതിന് വേണ്ടി ഞാൻ ഇതിലേക്ക് വലിച്ചഴിച്ചുകൊണ്ട് വന്നേക്കാം. അവന് ബേസിക്കലി വലിയ താല്പര്യം ഇല്ല, പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഒരു കിൻഡർ ജോയ് ആണ് ഞാൻ ഈപ്പച്ചന് ഓഫർ ചെയ്തേക്കുന്നത്. ഈപ്പച്ചൻ എന്തേ അവൻ്റെ ആയി തന്നെ ജീൻസ് പറഞ്ഞാൽ കണ്ടുപിടിച്ചത്, ജീൻസും പുറച്ചു കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു ജീൻസ് അല്ല, ഇന്ന് നമ്മൾ ഡ്രസ്സാണ് നോക്കുന്നത്, ഡ്രസ്സ്. ഓക്കെ, അപ്പോൾ ഡ്രസ്സുകൾ നോക്കട്ടെ കേട്ടോ. പക്ഷേ കളർ ഇഷ്ടപ്പെട്ടോ? ഇല്ല. ഓ നോക്കി, വൈറ്റ് കണ്ടു, വൈറ്റ് എന്ത് രസം. അയ്യോടാ, ബ്ലൂ. ദൈവം, ഇതിൽ ഞാൻ ഏത് സെലക്ട് ചെയ്യും? അവിടെ വെച്ച് ഗംഗയിൽ നിന്നും ഒരു പ്രത്യേക തരം സൈക്കിക് വൈബ്രേഷന്റെ അനുഭവം എനിക്ക് കിട്ടാൻ തുടങ്ങി. ഇനി അടുത്തത് മാത്തച്ഛനെ വേണമെങ്കിൽ ഡ്രസ്സ് ചെയ്ത് നോക്കിയാലോ. സ്ഥലം മാത്തച്ഛന് ഈപ്പച്ചന് വല്ല മുടിയൊക്കെ വളർന്ന് വരട്ടെ, അന്നേരം നമുക്ക് മുടി വളർന്നു കഴിയുമ്പോൾ മാത്തച്ഛന് നമുക്ക് ഇതുപോലെ കുറച്ച് ഡ്രസ്സൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പം നമ്മുടെ പ്രൈം ഫോക്കസ് ഈപ്പച്ചനാ. ഇതൊക്കെ ഒന്ന് നമുക്ക് ഈ മേടിച്ച സെറ്റ് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. പക്ഷെ ട്രൈ ചെയ്ത് നിങ്ങളെ കാണിക്കില്ല, കാരണം ട്രൈ ചെയ്ത് നിങ്ങളെ കാണിക്കില്ല, കാരണം അന്നേരം നമ്മുടെ ആ ഒരു സസ്പെൻസ് അങ്ങ് പോകും. അപ്പോൾ ഇത് ഞങ്ങൾ ട്രയൽ റൂം പോയി ട്രൈ ചെയ്തിട്ട് ഇനി ബാക്കി ആക്സസറീസ് നോക്കണം. നമുക്ക് ഷൂസ് നോക്കണം, നമുക്ക് തലയിൽ വെക്കാനുള്ള പറഞ്ഞ കുഞ്ഞ് റിബണോ സ്ലൈഡ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കണം. എല്ലാം കൂടെ കഴിഞ്ഞ് നമുക്ക് സാധനം വീട്ടിലേക്ക് മേടിച്ചുകൊണ്ട് പോയിട്ട് നമുക്ക് ഈ പച്ചിനെ ഡ്രസ്സ് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് ഫുൾ എല്ലാം കിട്ടാണ്ട് നിങ്ങളെ കാണിക്കില്ല. അപ്പോൾ ഇത് ഞങ്ങൾ നേരെ ഫിറ്റിംഗ് റൂമിലേക്ക് കൊണ്ടുപോട്ടെ കേട്ടോ. എന്താ ജാടാ, എനിക്കോ ജേടിയോ ഏതൊക്കെ പ്രസംഗം ആദ്യം സന്തോഷം കാണാൻ. ആകെ ഒരു
അവിടെ ആശാൻ്റെ പാൻറ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ഒരു ജീൻസ് ഇഷ്ടപ്പെട്ടതുണ്ട്. അത് ജീൻസ് ട്രൈ ചെയ്ത് കഴിഞ്ഞോ? ഫിറ്റ് ചെയ്യണ്ടോ നോക്ക് ജീൻസ്. അങ്ങനെ നമ്മൾ 2-3-4 ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ആക്സസറീസിലേക്ക് നോക്കാം. ഡ്രസ്സിൻ്റെ കളറുള്ളവർക്ക് ആക്സസറീസ് അതിനനുസരിച്ച് നമുക്ക് എടുക്കാം. ആദ്യം നമുക്ക് ഇവിടെ സെറ്റ് ഷൂസ് ഉണ്ട്. മിക്കവരും എല്ലാത്തിലും പോണ ഷൂസ് വൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഓഫ് വൈറ്റ് ഷൂസ് ഒരെണ്ണം മേടിച്ചത് ഇത് ഒരെണ്ണം മേടിച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും ഇപ്പം ഫിറ്റ് ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ സൈസ് നമുക്ക് നോക്കാം. ഇത് ആദ്യം കറക്റ്റ് ഫിറ്റ്. നമ്മൾ സിൻഡ്രേല ഷൂസ് ഫിറ്റ് ചെയ്ത് നോക്കണമല്ലോ. നോക്കിക്കേ, ഫസ്റ്റ് ട്രയൽ തന്നെ കറക്റ്റ് ഫിറ്റ് കിട്ടി. നമുക്ക് സോക്സ് നോക്കാം. ഇത് നല്ല ഫ്രില്ലുള്ള, ഇതൊക്കെ സാധാ സോക്സ്. ഇനി നല്ല ഫ്രില്ലുള്ള ഫ്രില്ലി സോക്സ് ഇതെടുക്കാം. ഇതാണെങ്കിലോ ഇതെങ്ങനെയുണ്ട്? നല്ല ഫ്രില്ലി അല്ലേ? ഓക്കെ, ഫ്ലവറിൻ്റെ ഷെയ്ഡ്സ്. ഓ, ആ ഷെയ്ഡ്സ് പറഞ്ഞെടുക്കണം. എനിക്ക് എന്തായാലും ഷെയ്ഡ്സ് നോക്കാം. ഇത് നോക്കിയാൽ നല്ല പിങ്ക് ഷെയ്ഡ്സ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒപ്പം മാച്ചോ. ഇപ്പം കണ്ടിട്ട് അത് ഫിറ്റ് ആവുമോ നോക്കി. ഇപ്പം വന്ന് ഈ ഷെയ്ഡ്സ് ഫിറ്റ് ആവുമോ നോക്കിയപ്പാ. ഇനി വന്നേ ഗ്ലാസ് ഷൂസ് കണ്ണട നോക്കട്ടെ നോക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇതും കൂടെ സൈഡിൽ എടുക്കുന്നതായിരിക്കും. ഇതെടുക്കാം. തൽക്കാലം ബാൻഡ് കിട്ടി നമുക്ക് മുടിയിൽ കുത്തി വെക്കാനെങ്കിൽ നമുക്ക് ഇതെടുക്കാം. ഓക്കെ, അപ്പോൾ ഹെയർ ബാൻഡ് കിട്ടിയാൽ ഇതെടുത്തു. പിങ്ക് ബൂട്ട്സ് വെൽ ഡ്രസ്സില്ലേ കാണാൻ. ഏത് ഫിറ്റ് ആവുമെന്ന് നോക്കാം. അപ്പോൾ ഒരു വൈറ്റ് ഷൂസ് എടുത്തു, ഒരു പിങ്ക് ഷൂസ് എടുത്തു കേട്ടോ. ഓക്കെ, ഇതും കൂടെ നമുക്ക് പിങ്കിലേക്ക് ആഡ് ചെയ്യാം. ഒന്ന് വലിയൊരു ഷോപ്പിംഗ് ലിസ്റ്റ് ആയി തുടങ്ങി. ആക്ച്വലി എനിക്ക് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കുറേ പേർക്ക് വിയോജിപ്പ് കാണുമായിരിക്കും അല്ലേ. ഐ മീൻ ഇങ്ങനെ അവനെ പെണ്ണിൻ്റെ ഡ്രസ്സ്. പക്ഷേ ഇതൊക്കെ ഒരു രസമല്ലേ. ഇപ്പം നമ്മളൊക്കെ ചെറുതായിരുന്നപ്പോൾ ഈ ഫാൻസി ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നില്ലേ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ഏതാണ്ട് 2nd സ്റ്റാൻഡേർഡിലും കണ്ട് പഠിക്കുമ്പോൾ ഒരു ഫാമറായിട്ട് ഡ്രസ്സ് ചെയ്യണത്, എൻ്റെ ബ്രദർ ഒരു അമേരിക്കക്കാരിയായിട്ട് ഡ്രസ്സ് ചെയ്യണത്. അങ്ങനെ ഞങ്ങൾ എടുക്കാം. അപ്പോൾ നമ്മൾക്ക് പണ്ട് ഈ ഫാൻസി ഡ്രസ്സ് ഉള്ള പോലെ ഈ കൊച്ചിനെ ഒരു ഗേളായിട്ട് ഒരു ഫാൻസി ഡ്രസ്സ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോ നിങ്ങളുടെ സ്കൂളുകളിലൊക്കെ പിള്ളേർ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഫാൻസി ഡ്രസ്സൊക്കെ ഇപ്പോൾ സ്കൂളിൽ നടക്കുന്നുണ്ടോ? അതെനിക്ക് ആക്ച്വലി ഇപ്പോൾ പിള്ളേരൊന്നും എനിക്കത് ആരുമായിട്ട് വലിയ കോൺടാക്ട് ഇല്ലാത്തതിന് എനിക്ക് അറിയില്ല ഫാൻസി ഡ്രസ്സൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ സമയത്തിൻ്റെ ദിവസം എല്ലാ കൊല്ലം ഉണ്ട്. പക്ഷേ ആക്ച്വലി ഞങ്ങൾക്കത് കുറച്ച് എംബാരസിങ് ആയിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളെ ആക്കിക്കൊണ്ടിരുന്നു ഫാർമർ, പിച്ചക്കാരൻ, അതുപോലെ അങ്ങനത്തെ കുറച്ച് കോമഡി ഡ്രസ്സസ് വേഷമായിരുന്നു ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞു തന്നത് ഇത് ഇവനൊരു ഫാൻസി ഡ്രസ്സ്. ഇവിടെ സ്കൂളിൽ ഫാൻസി ഡ്രസ്സ് ഒന്നും ഇല്ലാത്ത കാരണം ഞാൻ അപ്പനും അമ്മയും കൂടെ അവന് ഫാൻസി ഡ്രസ്സ് ചെയ്ത് ഒരു വീഡിയോ എടുക്കണം. അത്ര എൻ്റെ എടുത്താൽ മതി. കാരണം ഇതൊക്കെ ഭാവിയിൽ ഓർക്കുമ്പോൾ ഒരു തമാശയല്ലേ അല്ലേ? ഇതൊക്കെ ഒരു രസം, ഒരു ഫൺ, ഒരു സന്തോഷം അല്ലേ? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോരെ. ഭാവിയിൽ നമുക്കൊരു മെമ്മറി ആയിട്ട് ഈ വീഡിയോ ഒക്കെ ചുമ്മാ ഇരിക്കും. അവന് എന്നെ ഓർത്തിച്ചിരിക്കാൻ വേണ്ടി. ഭാവിയിൽ അവന്റെ ഗേൾ ഫ്രണ്ടിനെ അവനെ ഒന്ന് കളിപ്പിക്കണമെങ്കിൽ ഈ വീഡിയോ ഒക്കെ കാണിച്ചാലല്ലേ എനിക്ക് കാണിച്ച് എനിക്കൊരു തുറുപ്പ് വേണ്ട. ഇവനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി. നീ ഗേൾ ഫ്രണ്ടിന്റെ പുറകെ പോകുമ്പോൾ അമ്മേനെ നീ മറന്നു കഴിഞ്ഞാൽ ഈ വീഡിയോ ഒക്കെ നിന്റെ ഗേൾ ഫ്രണ്ടിനെ ഞാൻ കളിച്ചു എന്ന് പറഞ്ഞ് എനിക്ക് ഇവനെ ബ്ലാക്ക് മെയിൽ എനിക്ക് ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ കയ്യിൽ വേണം അല്ലേ? ഞാൻ പറഞ്ഞ പോയിന്റ് അല്ലേ? ദീർഘവീക്ഷണം. ദീർഘദർശി. ഞാൻ പറഞ്ഞു അതെ, മിക്കവാറും ഈ ചാനൽ ഈ പക്ഷേ അവന്റെ ഗേൾ ഫ്രണ്ടിന്റെ അടുത്ത് ഹൈഡ് ചെയ്യാനുള്ള സകല ചാൻസും ഞാൻ കാണുന്നുണ്ട്. അവൻ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. അങ്ങനെ നമ്മൾ ബില്ല് ചെയ്ത് നമ്മുടെ ഫുൾ സെക്സ് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. നോക്ക്, ഇപ്പം നല്ല വിശപ്പ്, നല്ല ഉച്ചയായത് കാരണം വിശപ്പ് സഹിക്കാൻ പറ്റില്ല. എവിടെയെങ്കിലും കയറി എന്തെങ്കിലും ഫുഡ് കോർട്ടിൽ കയറി എന്തെങ്കിലും തട്ടിയില്ലാന്നുണ്ടെങ്കിൽ നടക്കില്ല. വയറ് തള്ളക്കി വിളിച്ചു തുടങ്ങി. പക്ഷേ മോള് ഫുഡ് കോർട്ടിൽ പോയി എന്തെങ്കിലും ഫുഡ് അടിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോകാം. ഓക്കെ, എന്നിട്ട് ബാക്കി സെക്ഷൻ നമുക്ക് വീട്ടിൽ പോയി നോക്കാം. ഓക്കെ, പോകാം. ഓ എൻ്റെ അമ്മോ, വിശപ്പ് കാരണം ബ്രോക്കലി ഏതായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈപ്പച്ചൻ്റെ അടുത്ത് തുറന്നു കൊടുക്കട്ടെ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനലി ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഈ ഡ്രസ്സെല്ലാം ഈപ്പച്ചനെ ട്രൈ ചെയ്ത് നമുക്ക് ഈപ്പച്ചനെ
ഈപ്പച്ചിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യണ്ടേ? ഓക്കെ, അപ്പൊ നമുക്ക് അതിലേക്ക് പോവാം. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഈപ്പച്ചിയാക്കിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഇതിനോട് വിയോജിപ്പ് കാണും. കാരണം ഇവനെ ഞങ്ങൾ ഈ വീഡിയോയ്ക്ക് വേണ്ടി യൂസ് ചെയ്തു എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല ഗൈസ്. കാരണം ഈപ്പച്ചിനെ ഞങ്ങൾ നേരത്തെ മുതൽ ഞാൻ കുട്ടിയായിരുന്നപ്പോൾ തൊട്ട് ഈ ഇതുപോലത്തെ ഫ്രോക്കൊക്കെ ഇടിച്ച് ഞാൻ ഫോട്ടോസ് കുറേ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എന്ന് വെച്ചാൽ എൻ്റെ അമ്മയ്ക്ക് ഈ കുട്ടി എവിടെയെങ്കിലും ക്യൂട്ട് ഫ്രോക്കുകളൊക്കെ കാണുമ്പോൾ ഈ വാങ്ങിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴൊന്നും അല്ല കേട്ടോ, കുറേ കൊല്ലം മുന്നേ 5-8 കൊല്ലം മുന്നേ അമ്മ മുതൽ അങ്ങനെ ഈ കാണുമ്പോൾ വാങ്ങിച്ചു വെക്കും. ഞാൻ ചോദിക്കും എന്തിനാ ഈ ഫ്രോക്കൊക്കെ വാങ്ങിച്ച് വെക്കണേ, ഞങ്ങളൊക്കെ അപ്പോഴേക്കും വലുതായില്ലേ, എന്തിനാ വാങ്ങിച്ച് വെക്കണേന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയും ഭാവിയിൽ ആർക്കെങ്കിലും ഇടാലോ എന്നൊക്കെ ഓർത്താണ് അമ്മ അന്ന് വാങ്ങണേന്ന് പറയായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു, അപ്പോൾ എന്തായാലും ഞാൻ നോക്കിയപ്പോൾ ഫ്രോക്ക് ഇരിക്കുന്നു. ഈപ്പച്ചനാണെങ്കിലോ ലോങ് ഹെയറും ഇതെങ്ങോട്ട് ലോങ് ഹെയറും ഗേളി ഫീച്ചേഴ്സും ഒക്കെ ഉള്ളപ്പോൾ എന്നിരുന്നു അവിടെ. ഗേളി ഫീച്ചേഴ്സ് ഒക്കെ എന്തായാലും ഉണ്ട്. ഐ മീൻ ഇവൻച്വലി ഹിൽ ഗ്രോ ഇൻ ടു ഹിസ് മാൻലി ഫീച്ചേഴ്സ്. അപ്പോൾ ഇപ്പോൾ ഈ അവസ്ഥയിൽ അപ്പം അങ്ങനെ ഇന്ന് ഡോക്യുമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി എൻ്റെ കയ്യിൽ കുറച്ച് ഫോട്ടോസ് ഇരിപ്പുണ്ട്. അതിൻ്റെ അപ്പം ഞാൻ ഇപ്പം എന്തായാലും വ്ളോഗ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് ഡോക്യുമെന്റ് ചെയ്താൽ നിങ്ങൾക്കും കൂടെ അതൊന്ന് നിങ്ങളൊന്ന് ഷെയർ ചെയ്യാമല്ലോ എന്നോർത്താണ് ഞാൻ ഇതൊരു വ്ളോഗ് ആക്കി ചെയ്യാമെന്ന് ഓർത്തേ. അത് ഞാൻ ഈ കാണിച്ചേക്കണതാണ് അവന് ഞങ്ങൾ നേരത്തെ ഒന്ന് ഡ്രസ്സ് ചെയ്തേക്കണ ഫോട്ടോസ്. ഇത് അവന് വെറും മാസങ്ങൾ, എത്ര 4-5 മാസമുള്ളപ്പോൾ എടുത്തിട്ടുള്ള ഫോട്ടോ. ഇത് അവന് 1 വയസ്സുള്ളപ്പോൾ എടുത്തത്. ഇത് 2 വയസ്സുള്ളപ്പോഴും എടുത്തത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ റബ്ബർ ബാൻഡ് നമുക്ക് നോക്കാം. അപ്പം ഇതെല്ലാവരും ഈ വീഡിയോ ജസ്റ്റ് ഒരു ഫണ്ണായിട്ട് തന്നെ എടുക്കുക. ഇപ്പം ഞങ്ങൾ പറഞ്ഞ പോലെ ഒരു ഈപ്പച്ചൻ്റെ ഫാൻസി ഡ്രസ് ഡേ ആയിരുന്നു ഇന്നെന്നുള്ള രീതിയിൽ അങ്ങ് എടുക്കുക. അങ്ങനെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. ഓക്കെ, അതുപോലെ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്കൊക്കെ ഷെയർ ചെയ്യുക ലിങ്ക്. വേറെ ഒന്നും ഇല്ലല്ലോ. ഈപ്പച്ചൻ എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും ഒന്ന് പറയടോ. അമ്മ ഒരു ബൈ കൊടുത്തേ. ബൈ. ഒരു ഉമ്മയും കൊടുത്തു. ഞാൻ പറഞ്ഞതിന് മുന്നേ കിട്ടി. ഇതൊക്കെ വലുതാ. ഓണത്തെ കളിക്കെട്ടി പറഞ്ഞവരെ
എങ്ങനെ നോക്കിയ ഒരാളെ Vogue.